മലയാള ഭാഷയ്ക്കും പത്രപ്രവർത്തനത്തിനും വിലപ്പെട്ട സംഭാവന നൽകിയ ജർമ്മൻ മിഷണറി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിന്റെ സ്മരണയിൽ ഒരു ക്രിസ്മസ് റാന്തൽ. CSI വൈദികൻ ഫാദർ ഡോക്ടർ GS ഫ്രാൻസിസ് ആണ് തന്റെ കായത്ത് റോഡിലെ വസതിയിൽ ക്രിസ്മസ് റാന്തൽ നിർമ്മിച്ച് തൂക്കിയിട്ടിരിക്കുന്നത്. ഗുണ്ടർട്ട് തലശ്ശേരിയിലെത്തിയ 1839 ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇതേ മാതൃകയിൽ റാന്തൽ പള്ളിയിൽ തൂക്കിയിരുന്നു. പിന്നീട് തുടർച്ചയായി 20 വർഷവും അത്തരം റാന്തൽ ക്രിസ്മസിന് അദ്ദേഹം തൂക്കിയിരുന്നു. ഈ മാസം 24-ന് തൂക്കുന്ന റാന്തൽ ജനുവരി 6 വരെ അവിടെ തൂക്കിയിടാറുണ്ട്. ഗുണ്ടർട്ടിന്റെ കാലശേഷം കുറച്ചുനാൾ അതേ മാതൃകയിൽ ക്രിസ്തുമസ് റാന്തൽ ഇവിടെ നിർമ്മിച്ചിരുന്നു. പിന്നീട് അത് വിസ്മൃതിയിൽ ആണ്ടുപോയി. ഫാദർ ഫ്രാൻസിസ് ജർമ്മനിയിൽ പോയപ്പോൾ അദ്ദേഹം ട്യൂബിംഗ്ടൺ സർവകലാശാലയിൽ ഈ റാന്തൽ മാതൃക നേരിട്ട് കാണുകയും തിരിച്ചു വന്ന ശേഷം അതേ മാതൃകയിൽ എല്ലാ ക്രിസ്മസിനും റാന്തൽ നിർമ്മിക്കാറുണ്ട്. അങ്ങനെ ഈ വർഷവും നിർമ്മിച്ചതാണ് കായത്ത് റോഡിലെ സത്യയിൽ ഇപ്പോൾ തൂങ്ങുന്നത്. വർഷങ്ങളായി ഇതേ മാതൃകയിൽ തന്റെ ഗൃഹത്തിൽ ക്രിസ്തുമസ് കാലത്ത് റാന്തൽ തൂക്കി വരികയാണെന്ന് റവറന്റ് ഫാദർ ഡോക്ടർ GS ഫ്രാൻസിസ് പറഞ്ഞു. 1839 ഡിസംബർ 24 ഇല്ലിക്കുന്ന് പള്ളിയിൽ നമ്മളുടെ മലയാള ഭാഷയ്ക്ക് അമൂല്യ സംഭാവന നൽകിയ ഗുണ്ടർട്ട് ഉണ്ടാക്കി തൂക്കിയതാണ് ഈ മാതൃകയിലെ റാന്തൽ. ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈ റാന്തലാണ് അവർക്ക് മുന്നിട്ട് നിൽക്കുന്നത്. ഇങ്ങനത്തെ റാന്തലില്ലാതെ ഒരു വീട്ടിലും ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. അദ്ദേഹം വന്ന ശേഷം അത് വലിയൊരു പ്രചാരണം കിട്ടി. ആ റാന്തൽ അങ്ങനെ അദ്ദേഹം 20 കൊല്ലം ഇവിടെ ഇരിക്കുമ്പോഴും ഈ റാന്തൽ തൂങ്ങിക്കൊണ്ടേയിരുന്നു. ഇതേ മാതൃകയിലുള്ള റാന്തലുകൾ വീടുകളിലും തൂങ്ങിക്കൊണ്ടേയിരുന്നു. പക്ഷേ 20 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം പോയി. പിന്നീട് അദ്ദേഹം പോയ ശേഷം 4-5 വർഷം മാത്രമേ അതിനായുസുണ്ടായിട്ടുള്ളൂ. അദ്ദേഹം പോയി, റാന്തലും വിസ്മൃതിയിൽ ആണ്ടുപോയി. അങ്ങനെ ആണ്ടുപോയെങ്കിലും എനിക്ക് ഒരു അവസരം കിട്ടി ജർമ്മനിയിൽ പോകാൻ. ജർമ്മനിയിൽ ഞാൻ പോയി ഗുണ്ടർട്ടിൻ്റെ വീടും കണ്ടു. ട്യൂബിംഗ്ടൺ സർവകലാശാലയിൽ പോയപ്പോഴാണ് ഇതേ മാതൃകയിൽ ഇവിടെ അന്ന് തൂക്കിയിരുന്ന അതേ മാതൃകയിലെ റാന്തൽ കാണുന്നത്. നേരിട്ട് കണ്ടു. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കി. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.